കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. 12ഓളം കടകൾ കത്തിനശിച്ചു. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. തീ പടർന്നത് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് എന്നാണ് സംശയം. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ ബ്രോഡ്വേയിൽ ഒരു തീപിടുത്തം എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് നിലയ്ക്ക് വരെ വേണമെങ്കിൽ ഗുരുതരമായി പോകാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 12 കടകളുടെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് എത്രമാത്രം വലിയ തീപിടുത്തമാണെന്ന്. എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനം ശ്രീജി തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ ബ്രോഡ്വേ പരിസരത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ചുറ്റുപാടുകൾക്കെല്ലാം തന്നെ സംഭവിക്കും. വലിയ ഗുരുതരാവസ്ഥയിലെല്ലാം പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ മാറ്റമൊന്നുമില്ല. 2 കടകൾ ഏതാണ്ട് പൂർണ്ണമായി ഫാൻസി സ്റ്റോഴ്സുകളെല്ലാമാണ് ഉള്ളത്. ആ ഭാഗത്ത് കൂടുതലായും ഇവിടെയുള്ളത് ഫാൻസി സ്റ്റോഴ്സുകളാണ്. ഇത് 2 കട പൂർണ്ണമായും തന്നെ അത് കത്തി നശിച്ചിട്ടുണ്ട്. കൂടുതൽ ഈ പ്ലാസ്റ്റിക് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും മറ്റും കൂടുതലായിട്ട് ഉള്ള ഒരു ഇടങ്ങൾ കൂടിയാണ്. അത് പൂർണ്ണമായും കത്തി നശിച്ചു. ചുറ്റുപാടുകളിലെ കടകളിലേക്ക് ഏതാണ്ട് 12ഓളം കടകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. പക്ഷെ ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വ്യാപ്തി എത്തുമായിരുന്നു. പക്ഷെ 2 കടകൾ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു തീ പടർന്നതാവാം, മാലിന്യങ്ങളിൽ തീ പടർന്ന അതിൽ നിന്ന് പടർന്നതാകാമെന്നൊരു പ്രാഥമിക അനുമാനമുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും കൂടി പൂർണ്ണമായും കൂടി പരിശോധിക്കണമെന്ന് അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നു. അപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അതെന്ത് കാരണമാണ് എന്നത് സംബന്ധിയായ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഉത്സവ സീസൺ കഴിഞ്ഞു വരുന്ന ഒരു സമയമാണിത്. കാരണം ക്രിസ്മസിനെല്ലാം തന്നെ നമുക്കറിയാം ബ്രോഡ്വേയും പരിസരവും എല്ലാം തിങ്ങി നിറഞ്ഞ് വലിയ രീതിയിൽ ആളുകൾ അവിടെയുള്ള കടയുടമകൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തി അങ്ങനെയെല്ലാം പോകുന്ന ഒരു സീസണിൽ കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായും ഇത് ആ സീസണിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു സമയത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ കടയുടമകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് പുലർച്ചയോടുകൂടിയാണ് 3 മണിക്ക് ആ ഒരു സമയത്താണ് അർദ്ധരാത്രി പിന്നിട്ടതിന് ശേഷമാണ് ഒരു തീപിടുത്തം ഉണ്ടായത് എന്നതാണ് അറിയാവുന്നത്. പക്ഷെ വലിയ രീതിയിൽ ഫയർഫോഴ്സ് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും എത്തി തീ ഒരു പരിധിവരെയെങ്കിലും ആ സമയത്ത് കൂടുതലിടങ്ങളിലേക്ക് പടരുന്നതിന് ഏതായാലും 12ഓളം കടകളിൽ പടർന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും അത് വലിയ രീതിയിലേക്ക് മറ്റു കടകളിലേക്ക് ഒരു പരിധിവരെയെങ്കിലും വലിയ കത്തിയമരാതിരുന്നതിന് ഇവരെ ഒരു ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. 2 കടകൾ പൂർണ്ണമായിട്ട് തന്നെ കത്തിയിട്ടുണ്ട്. 12ഓളം കടകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. കൂടുതലിടങ്ങളിലേക്കെല്ലാം അത് ബ്രോഡ്വേ എന്ന് പറയുന്നത് ചുറ്റുപാടും കടകൾ അതേതാണ്ട് കിലോമീറ്റർ ദൂരത്തോളം തന്നെ ആ കടകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. എറണാകുളം മാർക്കറ്റ് സമീപത്തുണ്ട്. മറ്റു കടകളുമുണ്ട് ബ്രോഡ്വേ പരിസരത്ത്. ഈ പരിസരത്തേക്ക് എല്ലാം തീ പടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് പോകുമായിരുന്നു. എങ്കിലും ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ ഇടപെടാനും എല്ലാം തന്നെ സാധിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് അഗ്നിരക്ഷാ സേന പറയുന്നു. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഏത് രീതിയിലുള്ള തീയാണ് പടർന്നത്, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം തന്നെ പടർന്നു പിടിച്ചതെന്നെല്ലാം തന്നെ സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണം വിശദമായ രീതിയിൽ തന്നെ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ ആളപായമൊന്നുമില്ല. സാധാരണ ഈ കടകളിലെല്ലാം തന്നെ ചിലപ്പോഴെങ്കിലും ചില ജീവനക്കാരെങ്കിലും കിടന്നുറങ്ങുന്ന ഒരു പതിവ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും തീ പടർന്നു. 12ഓളം കടകൾ അത് വലിയ രീതിയിൽ ബാധിക്കാതെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ 2 കടകൾ പൂർണ്ണമായിട്ട് തന്നെ കത്തിയമർന്നു എന്നത് തന്നെയാണ് ശ്രീജ. ഡാനി, ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് അത്ഭുതകരമാണ്. പ്രത്യേകിച്ച് കടകളിലൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്നതൊക്കെ പതിവാണല്ലോ. പക്ഷേ നമുക്കറിയാം ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത, ഒരു തൊട്ടാണ് കടകൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റിയും പെട്ടെന്ന് തീയണയ്ക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അങ്ങോട്ട് എത്താൻ പോലും പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ബ്രോഡ്വേയിൽ ഈ തീപിടിച്ച ഭാഗം എങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് അറിഞ്ഞത്? ബ്രോഡ്വേ തീപിടുത്തമുണ്ടായത് ഈ കടകളിലെല്ലാം ഒന്നും ആളുകളില്ല എങ്കിൽ കൂടിയും മറ്റിടങ്ങളിൽ പലരും തന്നെ ഈ ജീവനക്കാർക്ക് സമീപത്തുള്ള ഈ ലോഡ്ജുകൾ പോലുള്ള ചിലവർക്ക് താമസ സൗകര്യം പോലുള്ള ഏർപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമുക്കറിയാം ബ്രോഡ്വേ പരിസരം ഒരിക്കലും വിജനമാറില്ല, ഒരിക്കലും ആളില്ല എന്ന രീതിയിലേക്ക് വരാറില്ല. പലപ്പോഴും തന്നെ പലരും അവിടെ തങ്ങുന്നവരുണ്ട്, കടകളുടെ ഓരങ്ങളിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ
പല രീതിയിൽ അവിടെ ശ്രദ്ധിക്കപ്പെടാം. മാത്രവുമല്ല നഗര ഹൃദയം തന്നെയാണത്. പെട്ടെന്ന് തീ പടർന്നാൽ പിന്നെ പോലീസ് പെട്രോളിംഗ് സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് അറിഞ്ഞു, ഉടൻ തന്നെ അതിനനുസരിച്ച് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ചുറ്റുപാടും തന്നെ ഇപ്പോൾ ക്ലബ് ഫയർ സ്റ്റേഷനും അതോടൊപ്പം തന്നെ സമീപത്തുള്ള മറ്റ് ഫയർ സ്റ്റേഷനുകളെല്ലാം ഉണ്ട്. പനമ്പള്ളി നഗർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഏകോപനം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് ഇവിടേക്ക് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ എത്താനായിട്ട് സാധ്യമാകുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് പ്രതിരോധിക്കുക എന്ന രീതിയിലെല്ലാം തന്നെ കഴിഞ്ഞത്. ബ്രോഡ്വേയിലെ ഒരു ഭാഗത്ത് കടകൾ തിങ്ങി നിറയുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എല്ലാം കെട്ടിടങ്ങളും അതിന് ചുറ്റുപാടുകളും ചാർത്തുകളും എല്ലാം കടകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ഇവിടെയും ഏതാണ്ട് അതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക്, അഗ്നിരക്ഷാ സംവിധാനങ്ങൾക്ക് അവർക്ക് കടന്നു ചെല്ലാവുന്ന റോഡുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഒരു ഇടപെടലും അടക്കം സാധ്യമായതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടാകുന്നു. 2 കടകൾ പൂർണ്ണമായും തന്നെ കത്തി അമരുന്നു. അതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ നാശനഷ്ടത്തിലേക്ക് കുറേയൊക്കെ ഭാഗ്യം കൊണ്ടും അതിലേറെ പരിശ്രമം കൊണ്ടും തന്നെയാണ് തീപിടുത്തം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ബ്രോഡ്വേയിൽ ഫാൻസി കളിപ്പാട്ട കടകൾക്ക് തീപിടിച്ച് 2 കടകൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. എന്തായാലും ആളപായമില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. രാത്രി വൈകിയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേന വളരെ കാര്യമായി പ്രയത്നിച്ചാണ് അങ്ങനെ ഒരു മറ്റ് ഇടങ്ങളിലേക്ക്, കൊച്ചിയിലെ ബ്രോഡ്വേയിൽ പോയിട്ടുള്ളവർക്കറിയാം, അത് തൊട്ട് കടകളുള്ള ഒരു കടയിൽ തീപിടിച്ചാൽ അത് ആ ഭാഗത്തേക്ക് മുഴുവൻ പടരുന്ന തരത്തിൽ അടുത്തടുത്ത് കടകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായ തീപിടുത്തം ഈ തരത്തിലെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ശ്രീധർ തിയേറ്ററിനോട് ചേർന്നുള്ള ഭാഗത്തെ ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്.